എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ ഹൃദയ ചിഹ്നം പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. എന്തായിരിക്കും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം? നിങ്ങളുടെ വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് ആളുകളുമായി സംസാരിക്കുകയും ഒരുപാട് ആളുകളുമായി ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകാം. ഒരുപാട് ആളുകളുമായി ഒരുമിച്ച് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാകാം. ഒരുപാട് ആളുകൾക്ക് സഹായങ്ങൾ ചെയ്യുകയും ഒരുപാട് പേരിൽ നിന്ന് സഹായങ്ങൾ ആ വ്യക്തി സ്വീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ നിങ്ങളുമായി ഉണ്ടായ ബന്ധം, നിങ്ങളുമായി ഉണ്ടായ റിലേഷൻ, അതിൽ ആ വ്യക്തിക്ക് ചില പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ ലഭിച്ചിരിക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ പോസിറ്റിവിറ്റിയുള്ള ചില വസ്തുതകൾ ഉണ്ടായിരിക്കുന്നു. ആ വസ്തുതകൾ ആ വ്യക്തിയെ കൂടുതൽ നിങ്ങളിലേക്ക് അടുപ്പിക്കുകയാണ്. ആ വസ്തുതകൾ ആ വ്യക്തിയും നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ചില നിർണായകമായ കാര്യങ്ങൾ ഉണ്ടാക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും ആ വ്യക്തി നിങ്ങളെ ഇത്രയധികം സ്നേഹിച്ചത്? നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നും. ഞാൻ എൻ്റെ സ്നേഹം നൽകിയപ്പോൾ എനിക്ക് തിരിച്ച് അതിൽ കൂടുതൽ സ്നേഹം ഈ വ്യക്തി എന്തുകൊണ്ട് നൽകുന്നു? എന്തുകൊണ്ട് എന്നെ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട്, എന്നെ മാത്രം സ്നേഹിച്ചുകൊണ്ട് ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു? മറ്റു പലരെയും ഈ വ്യക്തി കണ്ടിട്ടും മറ്റു പലരുമായി ഈ വ്യക്തിക്ക് ബന്ധമുണ്ടായിട്ടും ആ വ്യക്തി എപ്പോഴും എന്തുകൊണ്ട് എന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു? ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം, ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങളെ ആ വ്യക്തി സ്നേഹിക്കുന്നതിന്. ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. ഒരുപാട് പേര് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട് ആ വ്യക്തിയെ സ്നേഹിക്കുന്നു? നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുടെയും ജീവിതത്തിൽ ഇഷ്ടപ്പെടാതിരിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ ഒരുപാട് കാര്യങ്ങളും കാരണങ്ങളും അവർക്കുണ്ടായി. അവർ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ അവർ നിങ്ങളെ സ്നേഹിക്കാതിരിക്കാനായി ഒരുപാട് ആളുകൾ തലങ്ങും വിലങ്ങുമായി പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെയൊക്കെ തീരുമാനങ്ങളെയും അവരുടെയൊക്കെ മോഹങ്ങളെയും അവരുടെയൊക്കെ ചിന്താഗതികളെയും മാറ്റിമറിച്ചുകൊണ്ട് എങ്ങനെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചു? എങ്ങനെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ സാധിച്ചു? നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചത് നിങ്ങളിൽ നിന്നുള്ള ആത്മാർത്ഥമായ സ്നേഹം കിട്ടുമ്പോഴാണ്, അല്ലെങ്കിൽ അത് കിട്ടുവാൻ വേണ്ടിയാണ്. ആ വ്യക്തിക്ക് കൃത്യമായിട്ടറിയാം നിങ്ങളിൽ നിന്നല്ലാതെ ആ സ്നേഹത്തിൻ്റെ ആ വിലപ്പെട്ട നിധി ലഭിക്കില്ലെന്ന്. നിങ്ങൾ മാത്രം സ്നേഹിച്ചപ്പോൾ അതൊരു വലിയ സ്നേഹമായി മാറുന്നു. നിങ്ങൾ മാത്രം ഉണ്ടാകുമ്പോൾ അതൊരു വലിയ സ്നേഹമായി മാറുന്നു. നിങ്ങളില്ലാതെ മറ്റാരുമില്ല. നിങ്ങളെ മാത്രം സ്നേഹിക്കുമ്പോൾ സ്നേഹം വല്ലാത്ത ഒന്നായിട്ട് മാറുന്നു. നിങ്ങളില്ല എങ്കിൽ എല്ലാം തകർന്നു പോകുന്നു. നിങ്ങളില്ല എങ്കിൽ എല്ലാം ഇല്ലാതാകുന്നു. നിങ്ങളുടെ ആത്മാർത്ഥമായ സ്നേഹം ആ വ്യക്തിക്ക് കൃത്യമായി അറിയാൻ കഴിയുന്നു. അതുകൊണ്ടാണ് കൂടെ നിങ്ങളെ സ്നേഹിക്കുന്നത്. ആ സ്നേഹത്തിൻ്റെ അപ്പുറത്ത് ഒരു സ്നേഹവും ആ വ്യക്തിക്ക് ലഭിക്കില്ല എന്ന് ആ വ്യക്തി കണ്ടെത്തുന്നു. അടുത്തതായിട്ട് രണ്ടാമത്തെ പുഷ്പം പൈലായി സ്വീകരിച്ച ആ വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം. പ്രതിബന്ധങ്ങൾ എന്നും ഉണ്ടായിരുന്നു. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ തടസ്സങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. ഒന്നും വിചാരിച്ചതുപോലെ നടന്നില്ല. ആരും ഈ ബന്ധത്തിന് വേണ്ടി ഒരു നല്ല വാക്ക് പറഞ്ഞില്ല. ആരും ഈ ബന്ധത്തെ പ്രോത്സാഹിപ്പിച്ചില്ല. ആരും ഈ ബന്ധത്തിന് നല്ലതായിട്ടൊന്നും ചെയ്തില്ല. എന്നിട്ടും ഈ ബന്ധം തകരാതെ നിൽക്കുന്നു. നിങ്ങൾക്കും അത്ഭുതമുണ്ട്, ഒരുപക്ഷെ ആ വ്യക്തിക്കും അത്ഭുതം ഉണ്ടാകാം.
എത്ര സ്നേഹിച്ചിട്ടും എത്ര ഇഷ്ടപ്പെട്ടിട്ടും എത്ര മനസ്സിലാക്കിയിട്ടും എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എത്ര വിഷമങ്ങളുണ്ടായിട്ടും ഞാനത് തുറന്നു പറഞ്ഞിട്ടും എൻ്റെ വ്യക്തി എന്നെ സ്നേഹിക്കാതിരിക്കുന്നില്ല. എന്നെപ്പറ്റി ആളുകളെല്ലാം ആ വ്യക്തിയോട് പറഞ്ഞത് മോശം കാര്യങ്ങളാണ്. ഞാനും ആ വ്യക്തിയും തമ്മിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായെങ്കിലും സന്തോഷം ഒന്നും മര്യാദക്ക് സന്തോഷിക്കാൻ, ഒന്നും മര്യാദക്ക് ആ ജീവിതത്തെ ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ എന്നിട്ടും ആ വ്യക്തിക്ക് എന്നോട് സ്നേഹം, എന്നിട്ടും ആ വ്യക്തിക്ക് എന്നോട് ഇഷ്ടം. എന്നെ അല്ലാതെ മറ്റാരെയും സ്നേഹിക്കുകയില്ല, എന്നെ അല്ലാതെ മറ്റാരും ഇഷ്ടപ്പെടുകയില്ല, എന്നെ അല്ലാതെ മറ്റാരും ഉൾക്കൊള്ളാൻ കഴിയില്ലെന്ന് ആ വ്യക്തി ഉറച്ചു പറയുന്നു. തിരിച്ച് ഞാൻ എന്താണ് നൽകിയത്? ഞാനായിട്ട് ജീവിക്കുന്നത്, ഞാനായിട്ട് ആ വ്യക്തിയെ സ്നേഹിക്കുന്നതാണ് ആ വ്യക്തിക്ക് ഏറ്റവും ഇഷ്ടം. അതായത് നിങ്ങളായിട്ട് ജീവിക്കുകയും നിങ്ങളായിട്ട് ആ വ്യക്തിയെ സ്നേഹിക്കുകയും ചെയ്യുന്നതാണ് ആ വ്യക്തിക്ക് ഇഷ്ടം. ആ വ്യക്തിക്ക് അറിയാം, നിങ്ങൾക്കറിയാവുന്നതുപോലെ പ്രതിസന്ധികളുണ്ടായിട്ടുണ്ട്, പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്, തെറ്റിദ്ധാരണകളുണ്ടായിട്ടുണ്ട്, വാശിയും വൈരാഗ്യവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരുമിച്ച് ജീവിക്കുമ്പോഴുള്ള ആ ഒരു നന്മ, ഒരുമിച്ച് ജീവിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു ശക്തി, അത് അകലുമ്പോഴില്ല. എത്ര പേർ തകർത്തെറിയാനും തച്ചുടക്കാനും ഉണ്ടായിരുന്നു. എത്ര പേർ നിങ്ങളുടെ കണ്ണീര് കാണാൻ ആഗ്രഹിച്ചു. അവർക്കൊക്കെ നിരാശ നൽകിക്കൊണ്ട് പോസിറ്റീവ് എനർജി, നിങ്ങൾ വിശ്വസിക്കുന്ന പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് കരുത്ത് പകർന്നു നൽകിയിരിക്കുന്നു. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം നൽകിയിരിക്കുന്നു. ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്യാനുണ്ടായ നിങ്ങളുടെ ഊർജ്ജം എന്ന് പറയുന്നത്, നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് രണ്ടുപേർക്കും നൽകിയ നന്മയാണ്. അതില്ലായിരുന്നെങ്കിൽ ഒന്നും നേടാതെ നിങ്ങൾ പോകുമായിരുന്നു. നിങ്ങൾക്ക് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും മനസ്സിലാക്കാൻ കഴിഞ്ഞതും നിങ്ങളെ പരസ്പരം നിങ്ങൾക്കറിയാൻ കഴിഞ്ഞതും ഒക്കെ ആ ശക്തിയുടെ ഒരു പിൻബലത്തിലാണ്. അല്ലെങ്കിൽ ഇന്നും എന്നും തകർന്ന് തരിപ്പണമായി പോകുമായിരുന്നൊരു ബന്ധം, അതിനെ ഒരിക്കലും തകരാത്ത ദൃഢമായി തീർത്തത് നിങ്ങളുടെ ശക്തിയാണ്. ആ ശക്തി നൽകിയ അനുഗ്രഹത്തിൻ്റെ ഫലമായിട്ട് എല്ലാവരും ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടും ആ വ്യക്തി നിങ്ങളെ ദൃഢമായി സ്നേഹിക്കുകയാണ്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിരുന്നു, സാഹചര്യങ്ങൾ ഒട്ടും അനുകൂലമല്ല, ഇപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാകാം. പക്ഷെ അതിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായ ഇഷ്ടം, സ്നേഹം അത് വിജയിക്കുന്നു, അത് മുന്നോട്ട് പോകുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.